ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ പ്രതികളായ 5 പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതി പറയുന്നത്. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാർ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അത് എങ്ങനെ കാണാം അതിനെ, ഇവരെ വെറുതെ വിട്ടതിനെ? കോടതി വെറുതെ വിടുന്നത് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ള തെളിവിൻ്റെയോ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അതും ആ സംഭവവും തമ്മിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുമോ എന്നുള്ളത് വ്യത്യസ്തമായ കാര്യമാണ്. ഉദാഹരണത്തിന് പ്രതികളെ വെറുതെ വിടുന്നത് വിചാരണ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഏതാണ്ട് എല്ലാ പ്രതികളും തന്നെ ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് വിചാരണ കോടതിയിൽ നിന്ന് ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രാഥമികമായി അതിൻ്റെ കുറ്റം തെളിയിക്കപ്പെട്ടു കോടതിയിൽ എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷ ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ വിചാരണ കോടതിയിൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സംശയലേശമന്യേ, അതായത് തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളതും ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ അന്വേഷണ ഏജൻസി ആ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള തെളിവ് ശേഖരണമോ അല്ലെങ്കിൽ കേസിൻ്റെ നടത്തിപ്പിനോ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും വിചാരണ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പീൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ്. അതിൽ നേരത്തെ അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, അതിനുശേഷം ശേഖരിക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ, ഇതിലൊക്കെ അപ്പീൽ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിലവിലെ അപ്പീലിൽ കോടതി വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ട് അന്വേഷണ ഏജൻസി പൂർണ്ണമായും അന്വേഷണ ഏജൻസിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലായതോ അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ടുള്ള തെളിവുകളുടെ അഭാവമോ ഒക്കെ കോടതി വിധികളുടെ ഭാഗമായി അംഗീകരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അത് ശിക്ഷ ഒഴിവാക്കുന്നതിന് സ്വീകരിക്കുകയോ ചെയ്യും. പക്ഷേ വിചാരണ കോടതി ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് അന്വേഷണത്തിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ ഉദയകുമാറിൻ്റെ കസ്റ്റഡി മരണം എന്നുള്ളത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മാതാവ് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിരവധി കാലം നിരാഹാരം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശക്തമായിട്ടുള്ള പ്രതിഷേധ രംഗത്തേക്ക് വരികയും അവരെല്ലാം തന്നെ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ വരികയും കേരളത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളൊരു മരണമാണ്, കസ്റ്റഡി മരണമാണ് ശ്രീ ഉദയകുമാറിൻ്റെ കാര്യത്തിൽ അന്ന് ഉണ്ടായത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അന്ന് ആ വിഷയം നടന്നതിന് ശേഷം അന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, UDFൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള സംഭവം ആ സർക്കാരിനെ തന്നെ വലിയ തരത്തിൽ പിടിച്ചുലച്ചൊരു സംഭവമാണ്. അപ്പോൾ UDF സർക്കാരിനെ അന്ന് ഏറെ പ്രതിസന്ധി ഘട്ടത്തിലാക്കിയ ഒരു മരണമാണ്, കസ്റ്റഡി മരണമാണ് ആ വിഷയത്തിലുണ്ടായത്. മാത്രമല്ല പോലീസുകാർ പ്രതികളായി വരുന്ന കസ്റ്റഡി മരണങ്ങളിൽ സ്വാഭാവികമായും അതേ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഉണ്ടാകാവുന്ന അപാകതകൾ അന്ന് ശക്തമായി ഉന്നയിക്കപ്പെടുകയും അത് സർക്കാർ ആദ്യം അംഗീകരിക്കാതെ വന്നെങ്കിലും പിന്നീട് CBIക്ക് കേസ് കൈമാറുകയും CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വെറുതെ വിടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യമില്ലാതെയാകുന്നില്ല. അതുമാത്രമല്ല അന്ന് ശ്രീ ഉദയകുമാറിന് നേരിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദാരുണമായിട്ടുള്ള മരണത്തിന് കാരണമായിട്ട് വിഷയവും ഇല്ലാതെയാകുന്നില്ല. അതെ, ഇതിലിപ്പം മോഷണക്കുറ്റം ആരോപിച്ചാണ് ഈ ഉദയകുമാറിനെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ 4000 രൂപ അന്ന് ഉദയകുമാറിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഉരുട്ടിയാണ് കൊലപ്പെടുത്തിയത്. 22 ഗുരുതര പരിക്കുകൾ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിച്ചത്. പിന്നീടാണ് കേസ് CBIക്ക് കൈമാറിയത്. പക്ഷേ ഈ പോലീസിലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു. ഇതിപ്പോൾ പുറം ലോകം അറിഞ്ഞു എന്ന് മാത്രം, കുറേയേറെ സംഭവങ്ങൾ അറിയാതെ പോയി. അവിടെ വെച്ച് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ഇവർ അത് പതുക്കെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേയേറെ മാറ്റങ്ങൾ വന്നു. ജനകീയ പോലീസ് സ്റ്റേഷനുകൾ വരുന്നു, ഓരോന്നിനും പ്രത്യേക നിയമങ്ങളൊക്കെ വരുന്നു. എന്നിരുന്നാൽ കൂടിയും ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ സർക്കാരിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സംഭവമായിട്ട് വേണം അതിനെ കാണാൻ. പക്ഷേ ഇപ്പോഴും അതിനൊക്കെ മാറ്റം വന്നു എന്ന് പറയുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലേ? അങ്ങ് സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ പോലീസിംഗ് സംവിധാനത്തിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ അയാൾക്കെതിരെ ഒരു 3rd ഡിഗ്രി പ്രയോഗിക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടങ്ങളിലെ പോലീസിങ്ങിന്റെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് ജനമൈത്രി പോലീസ് വന്നു, സൗഹൃദമായിട്ട് ഇടപെടുന്ന സംവിധാനങ്ങൾ പോലീസിൽ വന്നു, പോലീസുകാർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നു, അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്നു.
FIR FIR ഇടുന്നതിലും അതോടൊപ്പം തന്നെ FIR ഇട്ടതിന് ശേഷം പ്രതി ചേർക്കപ്പെടുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെയോ ബന്ധുക്കളെയും അവരുടെ അടുത്ത സുഹൃത്തുക്കളെയും നിയമസഹായം അടക്കം നൽകിക്കൊണ്ട് വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമൊക്കെ നിലവിൽ വന്നു. പക്ഷേ ഇപ്പോഴും നമ്മളുടെ പോലീസിംഗ് സംവിധാനത്തിൽ തേർഡ് ഡിഗ്രി പ്രയോഗിക്കുക, അതല്ലെങ്കിൽ ശാരീരികമായി ആക്രമിക്കുക, കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ മൃഗീയമായി അവരെ പീഡിപ്പിക്കുക എന്നുള്ളത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ ഈ സംസാരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പോലും കേരളത്തിൽ ഒരു പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി, മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും പോലീസ് എത്രത്തോളം നവീകരിക്കപ്പെട്ടു, പോലീസ് സംവിധാനത്തിൽ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഒരു അക്രമത്തിനോ ശാരീരികമായിട്ടുള്ള അതിക്രമത്തിനോ വിധേയമല്ലാതെ കേസ് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കേസ് തെളിയിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ടെക്നിക്കലാണ്. പ്രത്യേകിച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം കൃത്യമായി നടത്താൻ കഴിയുകയും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ ഏജൻസികളുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറി പഴയ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ പ്രതികളെ പീഡിപ്പിച്ചും പ്രതികളെ ആക്രമിച്ചും ശാരീരികമായി വേദനിപ്പിച്ചും സത്യം കണ്ടെത്താൻ എന്നുള്ള പേരിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ശാരീരികമായി പീഡിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിനോദമായി കാണാൻ മാത്രമേ കഴിയൂ. അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് മാത്രമല്ല, കോടതി വിധികൾ നിരവധി ഉണ്ടായിട്ടും നടപടികൾ നിരവധി ഉണ്ടായിട്ടും ഒക്കെ പഠിക്കാത്ത പോലീസിംഗ് സംവിധാനം ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നതും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും പീഡനങ്ങൾക്ക് വിധേയമാകുന്നത്. ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഒരു വനിതയെ കൊണ്ടുപോയി കളവ് കേസ് ആരോപിച്ച് അവരെ അതിഭയങ്കരമായി ശാരീരികമായി ആക്രമിച്ച് അവർ കിടപ്പിലായി പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവരെ ആക്രമിക്കുന്ന സാഹചര്യം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഈ തരത്തിൽ തോപ്പുംപടി ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോക്സോ കേസിൽപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കെട്ടിച്ചമച്ച കേസാണത്. അങ്ങനെ കെട്ടിച്ചമച്ച കേസിൽ അദ്ദേഹത്തെ കൊണ്ട് ഇടിച്ച് അദ്ദേഹത്തിനെതിരെ ശാരീരികമായ ആക്രമണം നടത്തി ആൾ മൃതപ്രായനാകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നില്ലേ. അപ്പോൾ പോലീസ് സംവിധാനങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോഴും ശാരീരികമായ അതിക്രമങ്ങൾ പോലീസ് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണകരമല്ല. ഈ ഇടയ്ക്ക് തന്നെ ഒരു 6 മാസം മുമ്പാണ് ഒരു കുട്ടികൾക്ക് കുറേ കാലം മുമ്പ് അച്ഛൻ നഷ്ടപ്പെടുകയും പിന്നീട് അമ്മ കൂടി നഷ്ടപ്പെടുമെന്ന് അവർ പരാതിപ്പെടുകയും എന്നിട്ടും പോലീസ് ആക്ഷൻ എടുക്കാത്തതിനെ തുടർന്ന് ആ ഒരു കൊലപാതകം നടന്ന ആ കുട്ടികൾ അനാഥരായി. ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അല്ല, പോലീസ് അവരുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആളുകളെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുന്നതിനും തെറ്റില്ല. പക്ഷെ കുറ്റം തെളിയിക്കാനുള്ള മാർഗമായി മർദ്ദനമുറകൾ ഉപയോഗിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ തരത്തിൽ ജീവഹാനി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ എൻകൗണ്ടർ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ തർക്കം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പരാതികൾ ഉന്നയിക്കാറുണ്ട്. എൻകൗണ്ടർ പോലെ തന്നെയാണ് ഒരാളെ കൊലപ്പെടുത്തുന്നതും. എൻകൗണ്ടർ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു, ഇതൊരാളെ ഇടിച്ചു കൊലപ്പെടുത്തുന്നു, അത്രേ വ്യത്യാസമുള്ളൂ.